എന്ത് ഇന്ത്യൻ റെയിൽവേസിൽ ലോക്കൽ ടിക്കറ്റ് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് ആയിട്ട് മാറിയെന്നോ? ദിസ് ഈസ് ഡേ 2 ഓഫ് ടെല്ലിംഗ് മാർക്കറ്റിംഗ് സ്റ്റോറീസ് ദാറ്റ് ദേ നെവർ ടീച്ച് ഇൻ കോളേജ്. മുംബൈയിലേക്ക് ലോക്കൽ ട്രെയിനിലേക്ക് ഏതാണ്ട് 75 ലക്ഷത്തിലധികം ആളുകളാണത്രേ പെർ ഡേ ട്രാവൽ ചെയ്യുന്നത്. അതിൽ എത്രയോ ലക്ഷം ആളുകളാണെന്നറിയോ ഒരു ടിക്കറ്റും എടുക്കാതെ കള്ളവണ്ടി കയറുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഴ അടപ്പിക്കുന്നതിന് പകരം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മറ്റൊരു സൊല്യൂഷനായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏതാണ്ട് 28 ബില്യണോളമാണത്രേ ലോട്ടറിമേൽ മാത്രം ഇന്ത്യൻസ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു സ്റ്റോറി, നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് നൈസായിട്ട് ലോക്കൽ റെയിൽവേ ടിക്കറ്റിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് ആയിട്ട് മാറ്റി എന്നുള്ളതാണ്. അതായത് ഓരോ പ്രാവശ്യവും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ ദ സെയിം ടൈം ഇറ്റ്സെൽഫ് ഒരു 10,000 രൂപയുടെ ഡെയിലി ലോട്ടറി ടിക്കറ്റിൽ നമ്മൾ രജിസ്റ്റർ ആവും അത്രേ. അത് മാത്രമല്ല ഒരു 50,000 രൂപയുടെ വീക്ക്ലി ലോട്ടറി ഡ്രോ വേറെയും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഓൺ ദി മാർക്കറ്റിംഗ് സൈഡ് ഇറ്റ്സ് ഗോണ മേക്ക് എ ബിഗ് ഇമ്പാക്ട് ഇൻഡീഡ്. ഒന്നാമത് പല ആളുകൾക്കും ഇതൊരു ലക്കി വിന്നിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുകയും അതുവഴി പലർക്കും ടിക്കറ്റ് എടുക്കാനുള്ള പ്രേരണ കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ ഒരു ലക്കി ആൻഡ് ബിഗ് പ്രൈസ് വിന്നിംഗ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമെന്ന് ചുരുക്കം. കൂടാതെ ഇതിന്റെ റിസൾട്ട് മറ്റൊക്കെ അനൗൺസ് ചെയ്യുന്നത് റേഡിയോയിലൂടെ മറ്റൊക്കെയാണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ് എ സോർട്ട് ഓഫ് സെൽഫ് എക്സൈറ്റ്മെന്റ് ഫോർ വിന്നിംഗ് ലോട്ടറി മണി വിച്ച് ഇസ് ഇന്ത്യയുടെ റിവേഴ്സ് സൈക്കോളജി ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്.